friends, welcome back to my YouTube channel and this is Love. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്തമാണ്. അത്തം തൊട്ട് 10 ദിവസം വരെ 10 വെറൈറ്റീസ് ഓഫ് ഹെയർ സ്റ്റൈലും ഡ്രസ്സസും ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു കുറേ പഴയ ലെഹങ്കകൾ പട്ടോടൊക്കെ നമുക്ക് അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഇത് ഈ ഒരു ടോപ്പ് ഒരു കഥയാണ് കേട്ടോ. ഇത് വന്നിട്ട് അമ്മയുടെ ചുരിദാറിൻ്റെ ഒരു ടോപ്പാണ്. അപ്പം അമ്മ എനിക്കത് വെട്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പാവാട അമ്മ എനിക്ക് തയ്ച്ചു തന്നതാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ. ഇതിൻ്റെ കൂടെ ഒരു കോട്ടും വരുന്നുണ്ട്. ഇതോടെ നമുക്ക് ഓഫ് ആയിട്ടുള്ള പാവാടയോ പലാസോ പാനയോ മിക്ക കോട്ടുകളുടെയും കൂടെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഒരു ക്രോപ്പ് ടോപ്പാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പോൾ നമുക്ക് ഒരു പാവാടയും കുറേ ടോപ്പുകളുടെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ധാവണിയായിട്ടോ ലെഹങ്കയായിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട്സ്, നമുക്കിനി മേക്കപ്പിലോട്ട് പോവാം കേട്ടോ. മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും പോകുന്നില്ല. അത് ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് നമ്മൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം മേക്കപ്പാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കോട്ടിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി ഈ മാല മാറ്റി മാല ഇട്ട് വന്നിട്ടുണ്ട്. മാല ഇടാട്ടോ. പിന്നെ നമുക്ക് ഈ അടിപൊളി വാച്ചായിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു. അടിപൊളി വള പോലത്തെ ഒരു വാച്ചായിട്ട് എനിക്ക് ഈ പാക്കേജ് നമുക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ദിവസമൊക്കെ ആയി. ഇത് നല്ല അടിപൊളി പാക്കേജിംഗ് ആണ്. ലിങ്ക് വേണ്ടി കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എടുത്തേക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ തുറക്കാം. നമുക്കിതെടുത്ത് ഈ കരുത്താട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. കണ്ടോ, രണ്ടുപേരും വേണമെങ്കിൽ നമ്മൾ വള ഇട്ടെന്നാണ് പറയാട്ടോ. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ട് കീ റോസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ട് വരാവേ. ഗൈസ്, പിന്നെ മാല വലുതായത് നല്ല ഹെവി ആയതുകൊണ്ട് ഞാൻ കമ്മൽ വേറൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഒരു പണ്ടത്തെ ഒരു മോഡൽ ഹെയർ സ്റ്റൈലാട്ടോ. ആദ്യം നമ്മൾ ഈ മുടിയുടെ മേലേന്ന് കുറച്ച് മുടി എടുക്കണം. ആദ്യം തന്നെ നമുക്ക് മുടിയുടെ ജടയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മുതൽ എന്നിട്ട് നമ്മൾ മുടിയുടെ ഏറ്റവും മേളത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഒറ്റൊരു ഇതിൽ മാത്രം മെടയുക. എന്നിട്ട് സൈഡിൽ നിന്ന് മുടി എടുത്തെടുത്ത് ജോയിൻ ചെയ്ത് അങ്ങനെ എടുത്തെടുത്ത് കിട്ടുന്ന ഹെയർ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ടൊരു ഇതൊന്നുമില്ല. നമ്മൾ എന്താ പറയുന്നത്, ഈ ഡ്രസ്സിന് ഈ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും സ്യൂട്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നി. നമുക്ക് അല്ലെങ്കിൽ പിന്നെ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം ഇവർക്ക് കുറച്ചൊരു ഏജ് തോന്നിക്കുന്ന പോലൊരു ഫീല്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല് കുറച്ചും കൂടെ കൊള്ളായിരുന്നു. ബൺ ഹെയർ സ്റ്റൈലിനെക്കാട്ടിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ കൊള്ളായിരുന്നു. പിന്നെ വേറെ അഴിച്ചിട്ടിട്ട് ഉള്ളൊരു ഇത് ഈ ഒരു ഔട്ട്ലുക്കിന് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു സൈഡിൽ നിന്ന് മുടി എടുത്തിട്ട് കണക്ട് ചെയ്യുക.
എന്നിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും മൂടിയെടുക്കണേ. ഇത് കണ്ടില്ലേ, അത് മടഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും മൂടിയെടുക്കുക. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരേ എടുക്കുക. ഇനി ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും എടുക്കുകയാണ്. ഇനി അടുത്തത് അപ്പുറത്തെ സൈഡ്. മുടി ചെട കളയാൻ സമ്മതിച്ചില്ല. അത് കാരണം പെട്ടെന്ന് മുടി ചെട പിടിക്കുന്നൊരു ടൈപ്പ് ഹെയറായി വളരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മുടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്യാമറ പിടിക്കാൻ ആളില്ലാത്ത കാരണം കൊണ്ട് അപ്പുറത്തെ സൈഡ് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സൈഡിലാണ് ക്യാമറ വെച്ചേക്കുന്നത്. ഇപ്പം ഈ സൈഡിൽ നിന്നാണ് എടുത്തത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും എടുക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുള്ള് മുടിയും ചെയ്യുന്നവരെ ഇങ്ങനെ തന്നെ മടഞ്ഞ് പിന്നെ ലാസ്റ്റ് നോർമൽ ഹെയർ ബ്രീഡിങ് ഇല്ലേ, അതുപോലെ ബ്രീഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് താഴത്ത് ബുഷ് ഇടുക ചെയ്തേക്കുന്നത്. സാഗർജട എന്നാണ് പാലക്കാടൊക്കെ പറയുക. ഇത് സാഗർജട. പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് വേറെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അമ്മ ഇതിന് പറയുന്നത് സാഗർജട എന്നായിരുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ എന്ത് ഹെയർ സ്റ്റൈൽ വേണോ ഈ ഒരു ഹെയർ സ്റ്റൈൽ, ഈ ഒരു ഡ്രസ്സിന് നമ്മൾ വിചാരിച്ചിട്ട് വൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വലിയൊരു കുട്ടികളെ തോന്നും. അപ്പം വൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം. വൺ ഹെയർ സ്റ്റൈൽ ചെയ്ത് ലൈറ്റായിട്ട് കുറച്ച് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ദൂരം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.